നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പേജർ സ്ഫോടനത്തിൻ്റെ തൊട്ടു പിന്നാലെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാനൊരുങ്ങി ലെബനീസ് സർക്കാർ. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ലെബനനിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വിമാനങ്ങളിൽ യാത്ര ചെയ്യാനെത്തുന്നവർ ഒരു കാരണവശാലും വോക്കി ടോക്കിയോ പേജറോ കൈവശം വയ്ക്കാൻ പാടില്ല എന്ന് ലെബനീസ് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സ്ഫോടന പരമ്പരകളിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ടത് പേജറുകളും വോക്കി ടോക്കിയുമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇവ വിമാനത്തിൽ കൊണ്ടുപോകുന്നതിന് കർശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മൊബൈൽ ഫോണുകൾക്ക് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. ലെബനനിൽ നിന്ന് ലെബനനിലേക്കും എല്ലാം സർവീസ് നടത്തുന്ന മറ്റ് രാജ്യങ്ങളിലെ വിമാന കമ്പനികൾക്കും ഈ നിയമം ബാധകമാണ് എന്നാണ് ലെബനീസ് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് അറിയിക്കുന്നത്. ഇത് കൂടാതെ വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുള്ള പേജറുകളും അതുപോലെ വോക്കി ടോക്കികളും എല്ലാം തന്നെ നശിപ്പിക്കാനുള്ള ശ്രമം അവിടുത്തെ സർക്കാർ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. സംശയാസ്പദമായ സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള പേജറുകളോ വോക്കി ടോക്കിയോ കണ്ടെത്തുകയാണെങ്കിൽ അടിയന്തരമായി അത് പോലീസിനെ വിവരം അറിയിക്കണം എന്നും ലെബനീസ് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സ്ഫോടന പരമ്പരയിൽ ഇപ്പോഴും പകച്ച് നിൽക്കുകയാണ് ലെബനൻ. ആയിരങ്ങൾക്കാണ് പരിക്കേറ്റത്. ഈ പരിക്കേറ്റവരെ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് അവിടെ ഇപ്പോൾ. ഭൂരിപക്ഷം പേർക്കും കണ്ണിനാണ് അല്ലെങ്കിൽ മുഖത്തിനാണ് പരിക്കേറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയും പേരുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്കായി മറ്റു രാജ്യങ്ങളുടെ സഹായം ഇപ്പോൾ ലെബനൻ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഇറാഖ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കണ്ണ് ചികിത്സാ വിദഗ്ധന്മാരായ നിരവധി ഡോക്ടർമാരെ ഇപ്പോൾ ലെബനനിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഉണ്ടായ സ്ഫോടനങ്ങളിൽ ലെബനനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 37ആയി. 3000-ലധികം പേരാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. എന്നാൽ മരണസംഖ്യ ഈ പറയുന്നതിലും വലുതാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ലെബനീസ് സർക്കാർ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോഴും പൂർണ്ണമായും പുറത്ത് വിടുന്നില്ല എന്നാണ് കരുതപ്പെടുന്നത്. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിലേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഇത് സംഭവിച്ചത്. ഇസ്രായേലിനെ ശക്തമായി തിരിച്ചടിക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് സംബന്ധിച്ച് ആക്രമണങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇസ്രായേലിനെ പോലെയുള്ള ഒരു വൻശക്തിയോട് നേരിടാനുള്ള ഒരു തരത്തിലുമുള്ള കഴിവ് ഹിസ്ബുള്ളയ്ക്ക് ഇല്ല എന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന സ്ഫോടന പരമ്പര തന്നെ തെളിയിക്കുന്നു. കൃത്യമായി അവരെ തിരിച്ചടിക്കാനുള്ള സ്ഥിതി ലെബനനില്ല, ഹിസ്ബുള്ളയ്ക്കുമില്ല. ഇവരെ സഹായിച്ചിരുന്ന ഇറാനാകട്ടെ ഇപ്പോൾ ഇക്കാര്യത്തിലെല്ലാം തന്നെ മൗനം പാലിക്കുകയാണ്. ഇറാനും വ്യക്തമായിട്ടറിയാം ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുമ്പെട്ടാൽ തിരിച്ചടി ശക്തമായിരിക്കുമെന്ന്. കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിലും ഇസ്രായേൽ വിഷയം ചർച്ചയ്ക്കായി വന്നിരുന്നു. ഇസ്രായേൽ പാലസ്തീനിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയത്തിൻ്റെ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിന്മാറിയിരുന്നു. ഏതായാലും പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോഴും തീരെ സമാധാനമില്ലാത്തൊരവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവിടെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇതിനോടകം കൊല്ലപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. ഹസൻ നസ്രുള്ളയെ പോലെ അപൂർവം ചില നേതാക്കന്മാർ മാത്രമായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ഈ ഒരു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. ലെബനൻ ജനതയെ സംബന്ധിച്ച് ഓരോ നിമിഷവും കടന്നു പോകുന്നത് ഭീതിയോടെയാണ്. സ്വന്തം വീട്ടിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണും ഫ്രിഡ്ജും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പലരും പുറത്തേക്ക് വലിച്ചെറിയുന്ന കാഴ്ചയാണ് അവിടെ കാണാൻ കഴിയുന്നത്. അടുത്ത നിമിഷം പൊട്ടിത്തെറിക്കുന്നത് തങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഉപകരണമാകും എന്നുള്ള ഭയത്തിലാണ് പലരുമുള്ളത്. ഇതുകൂടാതെ വാട്സപ്പുകളിൽ ഒരുപാട് വ്യാജ സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഏത് നിമിഷവും നിങ്ങളുടെ വീട്ടിലെ ഗ്യാസ് സ്റ്റോവ് പൊട്ടിത്തെറിക്കുക, അതല്ലെങ്കിൽ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിക്കുക എന്നൊക്കെയുള്ള മെസ്സേജുകൾ വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ ജനങ്ങളെ വല്ലാത്ത ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ലെബനീസ് സർക്കാർ ഇപ്പോൾ വിമാനങ്ങളിൽ വോക്കി ടോക്കിയും പേജറും കൊണ്ടുപോകുന്നത് വിലക്കിയിട്ടുള്ളത്.